ഒരു സൂറത്ത് പഠിക്കുമ്പോൾ, ഒരായത്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് സ്വഹാബത്ത് പറഞ്ഞൊരു വാക്കാണ്. ഞങ്ങൾക്കിടയിൽ ഒരായത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ 10 ആയത്തുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ 11ാമത്തെ ആയത്ത് എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 11 ആയത്തുകൾ ഞങ്ങൾ 11ാമത്തെ ആയത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഹത്താ യഅലമു മാ ഫീ ഹാദിഹി മിനൽ ഇൽമി വൽ അമൽ, അതിനെക്കുറിച്ചുള്ള ഇൽമും ഇതുവരെ വന്ന 10 ആയത്തുകൾ പ്രവർത്തിച്ചും കൊണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് പോവാറുള്ളത്. ഖാലു, സഹാബത്ത് പറയും, ഇൽമനാ അൽ ഇൽമു വൽ അമൽ, ഞങ്ങൾ ഇൽമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇൽമും അമലും കൂടെയാണ്. അത് വെച്ചുകൊണ്ട് ഉലമാക്കന്മാർ പറയുന്നത്, നമ്മൾ കുറേ ഓതുന്നു, കുറേ വായിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയാണ് അതിൽ നിന്ന് അറിയുന്ന, പഠിച്ച ആ കാര്യം പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുമ്പോൾ അൽ ഇൽമു ബിലാ അമൽ, ഒരാള് അറിവുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മദ്മൂമും മിനല്ലാഹി വറസൂലിഹി വൽ മുഅ്മിനീൻ, അയാൾ മുഅ്മിനീങ്ങളിൽ നിന്നും റസൂലിൽ നിന്നും എല്ലാം ആക്ഷേപം കൊള്ളുന്ന മനുഷ്യനായി മാറുകയാണ്. കാരണം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന ആയത്തിനെ അടിസ്ഥാനമാക്കിയാ പറയുന്നത്, നിനക്ക് എങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റും, നീ അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ. അപ്പൊ ഇൽമുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നവനായി മാറണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസലു ഇൽമിൻ, അറിവിന്റെ ഉദാഹരണം, ലാ യഅമലു ബിഹി, എന്നിട്ട് അയാൾ ആ അറിഞ്ഞ കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, കമസലി കൻസിൻ, നല്ലൊരു അമൂല്യമായ നിധിയുള്ള വ്യക്തിനെ പോലെയാണ്. അയാളത് നല്ല പ്രഷ്യസായ വിലപിടിപ്പുള്ള നല്ല നിധിയുണ്ട്. ലാ യുൻഫിഖു മിൻഹു ഫീ സബീലില്ലാ, അയാൾ അതിന് 1 ഉറുപ്പിക പോലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കൂല. പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം എന്ന ചോദ്യം പോലെയാണ് നല്ല ഇൽമൊക്കെ ഉണ്ട്, അതിൽ നിന്നൊന്നും പ്രവർത്തിക്കാതിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. താബഈ പണ്ഡിതനായ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ യസാലുൽ ആലിമു ജാഹിലൻ, വലിയൊരു ആലിമു പോലും ജാഹിലായി മാറും. ബിമാ അലിമ ഹത്താ യഅമൽ ബിഹി, അയാൾ അറിഞ്ഞത് പ്രവർത്തിക്കുന്നത് വരെ അയാൾ ജാഹിലാണ്. അങ്ങനെ ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ആകത്തുക, ഒരു കാര്യം നമുക്ക് അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് വന്നാൽ അത് പിൻപറ്റാനുള്ള ഒരു മനസ്സുകൂടെ വേണം പഠിക്കുന്നതിന്റെ കൂടെ. അതിന്റെ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവർ പറയാണ്, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് കേട്ടു. ഹദീസ് ഇങ്ങനെയാണ്, മൻ സല്ലല്ലാ 12 റക്അതൻ ഫീ യൗമിൻ വലൈല, രാത്രിയിലും പകലിലുമായി 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വീട് ഉണ്ടാക്കി കൊടുക്കും. ഈ ഹദീസ് കേൾക്കുക, അപ്പൊ ഇൽമ കിട്ടി. എന്നിട്ട് എന്താ മാറ്റം ഉണ്ടായി എന്ന് പറയാൻ, ഖാലത്ത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട നബിന്റെ ഭാര്യ പറയാണ്, നമ്മുടെ ഉമ്മ പറയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് അത് കേട്ട 1-ാം തീയതി മുതൽ പിന്നെ ഞങ്ങൾ അത് ഉപേക്ഷിച്ചിട്ടില്ല. അതൊക്കെ ഒരു സുന്നത്തല്ലേ, അതിപ്പോ ഒരു ഫർളൊന്നുമല്ലല്ലോ എന്നൊന്നും അവർക്കിടയിൽ ഒരു ആശങ്ക പോലും വന്നിട്ടില്ല. നിബിതങ്ങൾ പറഞ്ഞാൽ സമിഅനാ വ അത്വഅനാ എന്ന പ്രകൃതത്തിലേക്ക് അവർ മടങ്ങി വന്നിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്, അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാം, പിന്നെ അത് തള്ളിക്കളയാം, പിന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നതിനെ അങ്ങനെ ഹറാമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തത ബോധ്യപ്പെടുത്തുകയോ അല്ല, മറിച്ച് അത് നിഷേധിക്കപ്പെടുന്ന, അതിനെ കൊച്ചാക്കപ്പെടുന്ന അവസ്ഥ വരാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്കൊരു വസിയത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രേഖപ്പെടുത്തേണ്ടുന്ന ശക്തമായ വസിയത്തുണ്ടെങ്കിൽ 3 രാത്രിക്കപ്പുറത്ത് അത് എഴുതാതെ പോകരുത്. നമുക്ക് മനസ്സിൽ തന്നെ വസിയത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടുകാരോട് കുടുംബക്കാരോട് പറഞ്ഞ് രേഖപ്പെടുത്തണം. ഈ ഹദീസൊക്കെ ഞാൻ കേട്ടതിന് ശേഷം മാ മുർതു അലയ്യ ലൈലതൻ മുൻദു സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ദാലിക ഇല്ലാ വഇൻദി വസിയത്തി, പിന്നെ ഞാൻ എന്ന് കിടക്കാൻ പോകുമ്പോഴും എനിക്കൊരു വസിയത്ത് ഉണ്ടെങ്കിൽ
ഞാനത് എഴുതി രേഖപ്പെടുത്തത് പിന്നെ ഞാൻ പോകില്ല. അതാണ് ഒരു ഇൽമ ലഭിച്ചാൽ അത് പ്രവർത്തിക്കുന്നതിൻ്റെ ശീലത്തിലേക്ക് അവർ മടങ്ങി വന്നിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ല, മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു സൂക്ഷ്മത പറയുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. ഞാൻ ഓരോ ഹദീസും എഴുതാൻ വേണ്ടിയിട്ട് കിതാബിൽ പേനെടുത്ത് ഒരുങ്ങുമ്പോൾ ഞാൻ ആദ്യം അത് ചെയ്യാൻ നോക്കും. സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് ഒരു ഹദീസ് എഴുതാൻ പോണതിന്റെ മുമ്പ് ഞാനത് ചെയ്യാൻ നോക്കും. സ്വതക്കന്റെ ഹദീസ് എഴുതാൻ പോണതിന് മുമ്പ് ഞാൻ ഒരു 10 രൂപ സ്വതക്ക എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യാൻ ശ്രമിക്കും. ഹത്താ മർറബി, അങ്ങനെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഹദീസ് എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ, നബി ഹിജാമ ചെയ്തു എന്ന ഹദീസ് ഞാൻ കണ്ടു. ഹിജാമ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു ചികിത്സയാണ് ചീത്തയായ രക്തത്തെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ. അത് ഹിജാമ ചെയ്തു കൊടുത്ത ആ മനുഷ്യന് ഒരു ദീനാർ നബി സ്വതക്കയായിട്ടും കൊടുത്തു എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇതേപോലെ പോയിട്ട് ഹിജാമക്ക് പോയി എനിക്ക് ചെയ്തു തന്ന വ്യക്തിക്ക് ഞാൻ ഒരു ദീനാർ കൊടുത്തു. നമ്മുടെ മുൻഗാമികളുടെ ഒരു രീതിയായിരുന്നു എന്നർത്ഥം. മഹാനായ ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, സുപ്രസിദ്ധമായ സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കിതാബായ സ്വഹീഹുൽ ബുഖാരി, ആ ഹദീസ് ഗ്രന്ഥം എഴുതുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മഗ്തബ്തു അഹദൻ ഖത്തു മുൻദു അലിംതു അന്നൽ ഗീബത ഹറാമൻ. ഗീബത്ത് പറയാന്നുള്ളത് ഹറാമാണ് ഹദീസ് എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒരു മനുഷ്യനെ കുറിച്ചും അത് പറഞ്ഞറിഞ്ഞിട്ടില്ല. പിന്നെ എന്റെ മനസ്സിലെ ചിന്ത, ഇന്നീല അർജുവൻ അൽഖല്ലാഹ, എനിക്ക് അല്ലാഹനെ കണ്ടുമുട്ടണം. വലാ യുഹാസിബനി അന്യഖതബ്തു അഹദൻ, ഞാൻ വിചാരണ ചെയ്യപ്പെടുന്ന നാളിൽ ഒരാൾ ഗീബത്ത് പറയാത്തവനായിട്ട് ഞാൻ മാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. പിന്നെ ഞാൻ ആരും പറഞ്ഞിട്ടില്ല. ഒരാളുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറയുന്ന സാഹചര്യം ഞാൻ ഉണ്ടാകാതിരിക്കാനാണ് ശ്രദ്ധിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എന്റെ ഉസ്താദായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു ഹദീസ് കേട്ടാൽ എന്നിട്ട് പറയാണ്, ഒരു ദിവസം ആയത്തുൽ കുർസി പാരായണം നമസ്കാരത്തിന്റെ ശേഷം ഒരാൾ പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്, മരണമല്ലാതെ വേറെ ഒരു തടസ്സമില്ല. ഇന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓതി ആയത്തുൽ കുർസി ഒരു ദിവസം ചുരുങ്ങിയത് 8 തവണ ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുള്ള ആൾക്കാരാണ് നമ്മൾ. ഖുർആനിൽ ഏറ്റവും ആഴമായ ശ്രേഷ്ഠമായ ആയത്താണ്. കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പഠിച്ചു വെക്കുക ആയത്തുൽ കുർസി. അത് പഠിച്ചാൽ അത് നമസ്കാര ശേഷം പാരായണം ചെയ്താൽ സ്വർഗ്ഗം ലഭിക്കാൻ മരണമല്ലാതെ തടസ്സമില്ല. എന്റെ ഉസ്താദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, മാ തറക്തുഹാ കുല്ല സ്വലാത്തി, പിന്നെ ഞാൻ എല്ലാ നിസ്കാരത്തിന്റെയും തുടർച്ചയായിട്ട് ഞാൻ അത് ഉപേക്ഷിക്കാറില്ല. ഇല്ലാ നിസ്യാനൻ ഔ നഹ്വാ, മറവി കൊണ്ടോ മറ്റോ സംഭവിച്ചു പോയെങ്കിലല്ലാതെ അറിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ടില്ല. അതിപ്പോ ഒരു സുന്നത്തല്ലേ എന്ന് പറയുന്ന ശീലം അവർക്കിടയിൽ ഇല്ല. അല്ലാഹുവിന്റെ ദീനിൽ നിന്നുള്ള ഭാഗമാണെങ്കിൽ അവർ അതിനെ സ്വീകരിക്കുന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഉറപ്പിച്ച്, റമദാന് ശേഷവും നമ്മുടെ ഈ ഒരു സദസ്സിന്റെ നിറസാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ വേണം. എന്ത് പ്രതീക്ഷ? ഞാൻ ഈ ഇൽമൊക്കെ തേടുന്നത് കൊണ്ട് എനിക്ക് എന്താ ഗുണമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങളല്ലാത്തതൊക്കെ മരിച്ചാൽ മുറിഞ്ഞു പോകും. 3 കാര്യങ്ങൾ മരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ചാലും മുറിയാതെ കൂലി കിട്ടും. അതെങ്ങനെയാ? അതിലാദ്യം പറഞ്ഞത് സ്വതഖത്തുൻ ജാരിയ, സ്വതക്ക ചെയ്യുക എന്നതാണ്. ജാരിയയായ സ്വതക്ക, ഒരുപാട് കാലം നിലനിൽക്കുന്ന സ്വതക്ക. ഒരു കിണർ ഒഴിച്ചു കൊടുക്കുന്നു, ആ കിണർ എത്ര കൊല്ലം ആൾക്കാർ ഉപയോഗിക്കണോ, സ്വതഖത്തുൻ ജാരിയ. ഒരു മദ്രസ സംവിധാനത്തിന് നമ്മൾ സംഖ്യ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഇട്ട് കൊടുക്കുന്നു, അതവിടെ തുടങ്ങി എത്ര കൊല്ലം അവിടെ പണി നടക്കുന്നു, അവിടെ എത്ര ആയത്തോതുന്നു, ഇതിൻ്റെ ഒക്കെ ക്രെഡിറ്റ്. നമ്മൾ ചിലപ്പോൾ 10-60 വയസ്സ് കഴിഞ്ഞ് നമ്മൾ മരിക്കും. ഈ പദ്ധതികൾ പിന്തുടരും. പിന്നെ ആ പഠിച്ച ആൾക്കാർ വേറെ ആളെ പഠിപ്പിക്കും. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. സ്വതഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്ക. അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവ്. ഈ അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, നമുക്ക് കുറേ മെസ്സേജുകൾ വരും, വീഡിയോസ് കിട്ടും, ഓഡിയോസ് കിട്ടും, പുസ്തകങ്ങൾ കിട്ടും. ഇത് വേറെ ഒരാൾക്ക് കൊടുത്ത് അതിന്ന് കിട്ടുന്ന
അറിവ് ഒരാൾ പകർത്തിയാൽ നമ്മുടെ ഖബറിലേക്ക് അത് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് കൂലി കിട്ടുക. അല്ലെങ്കിൽ മൂന്നാമത്തേത് അവലദീൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ മക്കൾ. ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ മരിച്ചാലും മുറിയാത്ത പ്രതിഫലത്തിന് അർഹനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന, ഇഖ്ലാസോടുകൂടി അതിനെ സമീപിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.